കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയുടെ പ്രസിഡന്റായി അദ്ദേഹം സേവനം ചെയ്ത് അള്ളാഹു നീ കബൂൽ ചെയ്യണേ റബ്ബേ. അവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ റബ്ബേ. അവരോടൊപ്പം നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ്. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ 100ാം വാർഷിക ആഘോഷ പരിപാടികൾ നമ്മുടെ നാട്ടിൽ കുണിയിൽ വെച്ച് കൊണ്ട് നടക്കുകയാണ്. കുണിയിൽ വെച്ച് ഇതാ ഫെബ്രുവരി 4-ന് ആരംഭിക്കുകയാണ്. 4, 5, 6, 7, 8 തീയതികൾ. 8-ാം തീയതി ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ, ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ അവിടെ ഒരുമിച്ച് കൂടുകയാണ്. ലക്ഷക്കണക്കിന് അവിടെ നടക്കുന്ന ക്യാമ്പിന്റെ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക, 33,333 പേരാണ് ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം, അവർക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം, അവരുടെ മറ്റു ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള സ്ഥല സൗകര്യം അവിടെ ഏർപ്പാടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 8-ാം തീയതി നടക്കുന്ന അതിമഹത്തായ ഈ സമ്മേളനത്തിൽ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് മുഅ്മിനീങ്ങൾ വരികയാണ്. നമ്മുടെ സഹോദരന്മാർ വരികയാണ്. അവിടെ ഫാത്തിഹ ഓതുകയാണ്, യാസീൻ ഓതുകയാണ്. മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ ആമീൻ പറയുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാവണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ നമ്മുടെ മക്കൾ 7 വയസ്സായവർ 2ാം തരത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവൻ പൂർണ്ണമായി നിസ്കരിക്കാൻ പഠിക്കുന്നു, അവൻ പൂർണ്ണമായി വുളൂ ചെയ്യാൻ പഠിക്കുന്നു. ഇതുപോലെയുള്ള ഒരു സംവിധാനം ഒരുപക്ഷെ ലോകത്ത് എവിടെയും പരിധി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ ഉണ്ടാക്കിയത് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഹായിക്കുക, സഹകരിക്കുക. ഈ സന്ദേശം നമുക്ക് എല്ലാവർക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാവരും വരണം, ആ സമ്മേളനം വിജയിപ്പിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ പൂക്കട്ടയിൽ വർഷങ്ങളായി SKSSF പ്രവർത്തനം വളരെ സജീവമായി കൊണ്ട് ഇവിടെ നടന്നു വരികയാണ്. മജ്‌ലിസ് നൂർ എന്ന് പറയുന്ന അതിമഹത്തായ സംരംഭം ഇവിടെ എല്ലാ മാസവും നടത്തിക്കൊണ്ടുവരികയാണ്. നമ്മുടെ മക്കളെ അതിലേക്ക് കൊണ്ടുവരണം, നമ്മുടെ പെൺമക്കളെ അതിലേക്ക് കൊണ്ടുവരണം, നമ്മുടെ സഹോദരങ്ങളെ അതിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ കുട്ടികളെ മദ്രസയിൽ വെച്ചുകൊണ്ട് നമ്മൾ മജ്‌ലിസ് നൂർ പരിശീലിപ്പിക്കുകയാണ്. 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും മജ്‌ലിസ് നൂർ പഠിപ്പിക്കുന്നു, ഹദ്ദാദ് പഠിപ്പിക്കുന്നു, യാസീന് പഠിപ്പിക്കുന്നു, ബദർ മൗലിദ് പഠിപ്പിക്കുന്നു, അശറക ബൈത്ത് പഠിപ്പിക്കുന്നു, സലാം ബൈത്ത് പഠിപ്പിക്കുന്നു, ബുർദ ബൈത്ത് പഠിപ്പിക്കുന്നു. ഇതൊക്കെ നമുക്ക് എങ്ങനെ ലഭിച്ചത് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പിതാക്കളിൽ നിന്ന് ലഭിച്ചതാണ്. ആ പിതാക്കളിൽ നിന്ന് നമുക്ക്